പുളിയുമുള്ള ഒരാഹാരത്തിന് ശേഷം നിങ്ങൾക്ക് മധുരമുള്ള ലഘുവായ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ പഴങ്ങളോടൊപ്പമുള്ള ഒരു പഴയകാല യൂറോപ്യൻ കസ്റ്റർഡ് നിങ്ങളുടെ രക്ഷയ്ക്കെത്താറുണ്ട്. ആസ്വാദ്യകരവും പാലിന്റെ നന്മ ചേർന്നതുമായ ഒരു കസ്റ്റർഡ് ഉണ്ടാക്കുവാനുള്ള ഒരേ ഒരു വഴി അമൂലിന്റെ പുതിയ താസ മിൽക്ക് ഉപയോഗിക്കുകയാണ്. എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമായവ: വാനില കസ്റ്റാർഡ് പൗഡർ 2 സ്പൂൺ, പഞ്ചസാര 4-5 സ്പൂൺ, പഴങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ, കസ്റ്റർഡിൽ ചേർക്കുവാനായി 1/2 ലിറ്റർ അമൂൽ മിൽക്ക്. നിങ്ങൾക്ക് ക്രീം ഇഷ്ടമാണെങ്കിൽ അലങ്കരിക്കാനായി അമൂൽ ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ആദ്യമായി 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. അതിലേക്ക് കുറച്ച് അമൂൽ മിൽക്ക് ചേർത്ത് നന്നായി ഇളക്കുക. അടുത്തതായി സ്റ്റൗവിന് മേൽ ഒരു പാൻ വെച്ച് അത് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അമൂൽ താസ മിൽക്ക് അതിലേക്ക് ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് അല്പനേരം അങ്ങനെ തന്നെ വിടുക. ഇനി അല്പനേരം ഗ്യാസ് ഓഫ് ചെയ്യുക. പാത്രത്തിൽ നിന്ന് കസ്റ്റാർഡിന്റെയും പാലിന്റെയും മിശ്രിതം എടുത്ത് പാനിലേക്ക് പകരുക. ഇനി ഈ മിശ്രിതം 2 മിനിറ്റ് ഇളക്കിയതിനു ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെക്കുക. തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. കട്ട രൂപം കൊള്ളുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കസ്റ്റാർഡ് പാൽ മിശ്രിതം ഇപ്പോൾ നല്ല പരുവത്തിലാവുകയും നല്ല മഞ്ഞ നിറത്തിലാവുകയും ചെയ്യും. കസ്റ്റാർഡ് കട്ടിയാകുന്നതുവരെ ചെറിയ തീയിൽ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള പരുവത്തിലാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കസ്റ്റാർഡ് ചൂടാറാൻ അനുവദിക്കുക. സ്വാദ് വർദ്ധിപ്പിക്കുന്നതിനായി ഇനി കസ്റ്റാർഡിലേക്ക് രുചികരമായ ഫ്രഷ് പഴങ്ങൾ ചേർക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് പഴങ്ങൾ എടുക്കുക. തണുപ്പിച്ച കസ്റ്റാർഡ് ഇതിനു മേലേക്ക് ഒഴിക്കുക. കൂടുതൽ ആസ്വാദ്യകരമാക്കാനായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വിളമ്പുക. ഡിന്നറിന് ശേഷമുള്ള ഡെസേർട്ട് ഉണ്ടാക്കുന്നത് മുൻപ് ഇത്രയും എളുപ്പമായിരുന്നില്ല, അമൂലിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ.